നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ICCയുടെ T20 ലോകകപ്പ് അടുത്ത വർഷമാദ്യം നടക്കാനിരിക്കെ വീണ്ടും ഒരു കടുപ്പമേറിയ T20 ചാലഞ്ചിന് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ. കരുത്തരായ സൗത്ത് ആഫ്രിക്കയുമായി അടുത്ത മാസം 5 T20കളുടെ പരമ്പരയിലാണ് ഇന്ത്യ കൊമ്പുകോർക്കുക. അടുത്ത മാസം 9-നാണ് ആദ്യ T20 നടക്കാനിരിക്കുന്നത്. നാട്ടിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനുള്ള റിഹേഴ്സലായിട്ടാണ് ഈ പരമ്പരയെ ഇന്ത്യ കാണുന്നത്. ടീം കോമ്പിനേഷൻ ഉറപ്പിക്കുന്നതിനൊപ്പം വീക്ക്നെസ്സുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഇത് ഇന്ത്യയെ സഹായിക്കും. T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ വൈകാതെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. സാധ്യതാ ടീം എങ്ങനെയാവുമെന്ന് നോക്കാം. T20 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതിനാൽ ഇന്ത്യൻ T20 ടീമിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികളോ പരീക്ഷണങ്ങളോ പ്രതീക്ഷിക്കേണ്ടതില്ല. ലോകകപ്പിനുള്ള ടീമിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറായി കഴിഞ്ഞു. അതിലിനി മാറ്റങ്ങളൊന്നും വരുത്താൻ കോച്ച് ഗൗതം ഗംഭീർ ശ്രമിക്കില്ലെന്നും ഉറപ്പാണ്. പരിക്ക് പോലെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ചില മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയേക്കുകയുള്ളൂ. ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ ഈ മാസം T20 പരമ്പരയിൽ 2-0 വരെയുടെ വിജയം കൊയ്ത അതേ സ്ക്വാഡിനെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ആ ടീമിൽ ഒരു മാറ്റം ഉറപ്പായും ഉണ്ടാവും. പരിക്ക് കാരണം ഓസ്ട്രേലിയൻ പര്യടനം നഷ്ടമായ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മടങ്ങിയെത്തും. ഇതോടെ ടീമിൽ സ്ഥാനം നഷ്ടമാവുക മറ്റൊരു മീഡിയം പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിക്കായിരിക്കും. ഹാർദിക്കിന്റെ മടങ്ങിവരവ് മാറ്റി നിർത്തിയാൽ ഓസ്ട്രേലിയയിൽ കണ്ട അതേ ടീം തന്നെയാവും സൗത്ത് ആഫ്രിക്കയുമായും കച്ചമുറുക്കുക. T20 വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മൻ ഗില്ലിന് ഇപ്പോൾ കഴുത്തിന് പരിക്കേറ്റിരിക്കുകയാണെങ്കിലും T20 പരമ്പരയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാം. സൗത്ത് ആഫ്രിക്കയുമായി ശനിയാഴ്ച നടക്കാനിരിക്കുന്ന 2ാം ടെസ്റ്റിൽ നിന്നും അദ്ദേഹം പിന്മാറിക്കഴിഞ്ഞു. ഈ മാസം 30-ന് തുടങ്ങാനിരിക്കുന്ന ഏകദിന പരമ്പരയിലും ഗിൽ കളിക്കുമോ എന്ന കാര്യം സംശയമാണ്. ഏകദിനത്തിൽ നിന്നും വിട്ടുനിന്നാലും T20യിൽ അദ്ദേഹം ഉറപ്പായും കളിച്ചേക്കും. T20 ഓപ്പണർ റോളിൽ ഏഷ്യാ കപ്പിലും കഴിഞ്ഞ ഓസീസ് പര്യടനത്തിലും അദ്ദേഹം പരാജയമായിരുന്നു. ഇതേ തുടർന്ന് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഓപ്പണിംഗിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ്. പക്ഷെ കോച്ച് ഗംഭീർ അങ്ങനെയൊരു കോൾ എടുക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം ഇന്ത്യയുടെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായാണ് ഗില്ലിനെ അദ്ദേഹം കാണുന്നത്. മറ്റ് 2 ഫോർമാറ്റുകളിലും തന്റെ മികവ് പുറത്തെടുത്തു കഴിഞ്ഞ ഗില്ലിന് T20യിലും തുടരെ അവസരങ്ങൾ നൽകി വളർത്താനാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് റോളിനെക്കുറിച്ച് സഞ്ജുവിന് മറക്കാം. പകരം മധ്യനിരയിൽ ഇമ്പാക്റ്റുള്ള ഇന്നിംഗ്സുകളിലൂടെ എങ്ങനെ സ്ഥാനമുറപ്പിക്കാമെന്നായിരിക്കണം സഞ്ജു ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിനൊപ്പം ടീമിലെ മറ്റൊരു കീപ്പർ ജിതേഷ് ശർമ്മയായിരിക്കും. സഞ്ജു തുടരെ ഫ്ലോപ്പായാൽ മാത്രമേ അദ്ദേഹത്തെ 11ലേക്ക് കൊണ്ടുവരികയുള്ളൂ. ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുമ്പോൾ 3-4 നമ്പറുകളിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഉണ്ടാവും. 5-ാമനായിട്ടാവും സഞ്ജു ക്രീസിലെത്തുക. 6-ാമനായി ഹാർദിക് കളിക്കുമ്പോൾ 7-8 സ്ഥാനങ്ങളിൽ അക്ഷർ പട്ടേലിനെയും കുൽദീപ് യാദവിനെയും കാണാം. വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവരാവും ടീമിലെ മറ്റുള്ളവർ.